മക്കളെ നിങ്ങളുടെ പരീക്ഷയ്ക്ക് HI VI സ്ലോപ്പ് ഈ മൂന്നാൾക്കാർ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ചോദിച്ചാൽ ഇല്ല. പകരം ചോദിക്കാൻ പോകുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ഓണമല്ല, ക്രിസ്മസ് അല്ല, ഇനി മോഡൽ എക്സാം ആയിക്കോട്ടെ, എല്ലാ പരീക്ഷയ്ക്കും ഇവിടെ നിന്നൊരു ചോദ്യം വരും. നമ്മുടെ ഇവിടെ ചോദ്യം വരുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ബജറ്റ് ലൈനാണ്. ഓക്കെ, അപ്പോൾ ബജറ്റ് ലൈനാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ പറയാൻ ഞാൻ ആരാ, അതായിരിക്കും നിങ്ങളുടെ ചോദ്യം. ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ പറയാൻ ഞാൻ ആരാന്ന് വെച്ചാൽ മക്കളെ, ഈ ഫോട്ടോയിൽ കാണുന്ന ഞാനും സെയിം ആണ്. എൻ്റെ പേര് സൽസബിൻ, നിങ്ങളുടെ എക്കണോമിക്സിൻ്റെ ടീച്ചറാണ്. എജുപോർട്ടിൽ കഴിഞ്ഞ 5 വർഷമായിട്ട്, കഴിഞ്ഞ 5 വർഷമല്ല 8 വർഷമായിട്ട് കുട്ടികളെ എക്കണോമിക്സ് +2 ലെവലിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകൻ കൂടിയാണ്. ഞാനിത് പറയാൻ കാരണം നിങ്ങളുടെ പരീക്ഷയ്ക്കും ഈ ചോദ്യം വരും. അപ്പോൾ നിങ്ങൾക്ക് വൃത്തിയായിട്ട് കൃത്യമായിട്ട് ഇത് പഠിച്ചു വെക്കാം. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇങ്ങനെയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് നമ്മുടെ എജുപോർട്ടിൻ്റെ +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനൽ മാത്രമായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാനൽ ഫോളോ ചെയ്ത് വെക്കാം. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എജുപോർട്ടിൻ്റെ +2 എന്ത് ചെയ്യുന്നുണ്ട്, ഹ്യൂമാനിറ്റീസ് ചാനലും അതുപോലെ +1 ഹ്യൂമാനിറ്റീസ് ചാനൽ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസങ്ങൾ കിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇങ്ങനെയുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് തരുന്ന എൻ്റെ പേര് മറക്കണ്ട, ഇറ്റ്സ് മീ സൽസബിൻ എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇത് കിട്ടും. ഓക്കെ, ഇറ്റ്സ് മീ സൽസബിൻ PS എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം ഹാൻഡിലുണ്ട്. അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞുതരാം, HI VI സ്ലോപ്പ് എങ്ങനെ കാണും. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഒരു ബജറ്റ് ലൈൻ നമ്മൾ എടുക്കുമ്പോൾ ബജറ്റ് ലൈൻ എന്ന് പറഞ്ഞ് അവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ഇത് 2 ലൈനുകൾ ചേർത്തിട്ടാണ് ഒരു ബജറ്റ് ലൈൻ നമ്മൾ വരക്കുമ്പോൾ ആദ്യം ഗ്രാഫ് വരക്കേണ്ടത്. ആ ഗ്രാഫിൽ നമ്മൾ പറയുന്ന ഈ ഭാഗത്തെ X എന്നും ഇവിടെ നമ്മൾ Y എന്നും പറയും അല്ലേ. നമുക്കറിയാം Xൽ നമ്മളൊരു സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് നമ്മളിവിടെ good 1 എന്ന് കൊടുക്കും. നമ്മൾ തേങ്ങയാവട്ടെ, മാങ്ങയാവട്ടെ, ചക്കയാവട്ടെ, പനയാവട്ടെ, കൽക്കണ്ടമാവട്ടെ, കരിപ്പെട്ടി എന്തും ആയിക്കോട്ടെ, എന്തു വാങ്ങാണെങ്കിലും അത് 1ാമത്തെ വസ്തുവായിട്ട് എടുക്കുന്നു. ഇനി അതിൻ്റെ കൂടെ മറ്റൊന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് പറയുന്നു, good 2 എന്നാണ് പറയാം അല്ലേ. നമ്മൾ ഈ പറഞ്ഞ തേങ്ങ വാങ്ങുന്നതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, മാങ്ങ വാങ്ങുന്നു. ചക്ക വാങ്ങുന്നതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു, ശർക്കര വാങ്ങുന്നു. അതുപോലെ മീൻ വാങ്ങുന്നതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ചിക്കൻ വാങ്ങുന്നു. ഇങ്ങനെ ഒന്നിച്ച് വാങ്ങുമ്പോൾ നമ്മൾ 2 സാധനം വാങ്ങുന്നുണ്ട്. ഈ 2 സാധനമാണ് ഒരു കൺസ്യൂമർ കടയിൽ ചെന്ന് വാങ്ങിയെങ്കിൽ നമ്മൾ ഏകദേശം വെച്ച് പറയുന്നതാണ് ഈ പറഞ്ഞ ബജറ്റ് ലൈൻ. അതായത് ആ 2 സാധനങ്ങളുടെ വില നമ്മൾ എന്ത് പറയും, ഒന്നാമത്തിൻ്റെ P1 എന്നും രണ്ടാമത്തിൻ്റെ P2 എന്നും പറയും അല്ലേ. ഇനി കൺസ്യൂമർ കടയ്ക്ക് സാധനം വാങ്ങാൻ ചെല്ലുന്ന സമയത്ത് അയാൾ എന്ത് ചെയ്യും, അവിടെ ചെന്നിട്ട് എങ്ങനെയെങ്കിലും നിങ്ങൾ കുറച്ച് സാധനം തന്നോളൂ, പൈസ ഞാൻ നാളെ തരാട്ടോ എന്ന് പറയുമ്പോൾ കടക്കാരൻ സമ്മതിക്കും. എപ്പോഴാരോ, നമ്മളെ പരിചയമുള്ള നമ്മുടെ നാട്ടിലെ കടക്കാരനാണെങ്കിൽ ഇത് സമ്മതിക്കും. പക്ഷെ ഒരിക്കലും നമ്മുടെ എക്കണോമിക്സിൽ ഇത് പോസിബിൾ അല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരു കൺസ്യൂമർ ഒരു കസ്റ്റമർ ആയിട്ട് നമ്മൾ ഒരു കടയിൽ ചെന്നിട്ട് സാധനം വാങ്ങുന്ന സമയത്ത് ആ കടക്കാരൻ നമ്മൾ തമ്മിൽ യാതൊരുവിധ ബന്ധമല്ല. നമുക്ക് അവിടെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കടം വാങ്ങുന്ന പ്രൊവിഷൻ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ കയ്യിൽ എത്ര രൂപയുണ്ടോ അതിന് മാത്രം സാധനമേ നമുക്ക് അവിടെ ചെന്ന് വാങ്ങാൻ പറ്റുള്ളൂ. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഒരു കൺസ്യൂമർ എപ്പോഴും ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ അയാളുടെ കയ്യിൽ 100 രൂപ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒന്നുകിൽ അയാൾക്ക് 100 രൂപയ്ക്ക് സാധനം വാങ്ങാം, അല്ലെങ്കിൽ 100 രൂപയുടെ താഴെ വാങ്ങാം. ഒരിക്കലും 110 രൂപയോ 101 രൂപയുടെ സാധനം വാങ്ങാൻ പറ്റില്ല എന്നാണ് നമ്മുടെ എക്കണോമിക്സിൽ പഠിക്കേണ്ട കാര്യം. ഇനി നിങ്ങൾ നോക്കുക, നമ്മുടെ വരുമാനത്തെ നമ്മൾ എന്താ പറയുക സൂചിപ്പിക്കുക, നമ്മളെ വരുമാനത്തെ നമ്മൾ M എന്നാണ് സൂചിപ്പിക്കുക. നിങ്ങളെ പരീക്ഷയ്ക്ക് മിക്കവാറും ചോദ്യങ്ങൾ ഈ 3 കാര്യങ്ങൾ തന്നും. ഒന്നാമത്തെ വസ്തുവിൻ്റെ വില എന്ന് പറഞ്ഞിട്ട് P1 തരും, രണ്ടാമത്തെ വസ്തുവിൻ്റെ വില എന്ന് പറഞ്ഞിട്ട് P2 തരും, വരുമാനം അല്ലെങ്കിൽ ഇൻകം എന്ന് പറഞ്ഞിട്ട് M എന്നും തരും. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരാം. നമ്മുടെ വരുമാനം എന്ന് പറയുന്നത് 100 രൂപയാണെന്ന് വിചാരിക്കാം. ഒന്നാമത്തെ സാധനത്തിൻ്റെ വില എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ആദ്യം വാങ്ങുന്ന സാധനത്തിൻ്റെ വില 10 രൂപയാണെന്ന് വിചാരിക്കാം. രണ്ടാമത്തെ സാധനത്തിൻ്റെ വില എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ 10 രൂപക്ക് പകരം 5 രൂപ എന്ന് കൊടുക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ കുറച്ച് വലിയ വില ആയിക്കോട്ടെ, നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 20 രൂപ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നമ്മൾ വാങ്ങാൻ പോകുന്ന സാധനങ്ങളുടെ അളവ് എന്തായിരിക്കും, അതാണ് HIയും VIയും പറഞ്ഞിരുന്നത്. ഇപ്പോൾ നമ്മൾ വാങ്ങാൻ പോകുന്ന HI എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ X ആക്സിസിൽ ടച്ച് ചെയ്യുന്ന ഏതൊരു പോയിന്റിനെയും, ഇവിടെ ടച്ച് ചെയ്യുന്ന ഏതൊരു പോയിന്റ് നമ്മൾ HI എന്ന് പറയുന്നു. അതായത് ഈ X ആക്സിൽ ഇവിടെ ഒരു പോയിന്റ് വന്നു, അത് HI ആണ്. ഇവിടെ വന്നു, അതും HI ആണ്. ഇവിടെ വന്നു, HI ആണ്. ഇവിടെ ഏത് പോയിന്റ് വന്നാലും മക്കളെ മനസ്സിലാക്കാം, അതെല്ലാം ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ആണ്. ഇനി നേരെ മറിച്ച് ഈ പറഞ്ഞിരിക്കുന്ന Y ആക്സിലാണ് പോയിന്റ് വന്നതെന്ന് വിചാരിക്കാം. ഈ Y ആക്സിൽ വരുന്ന ഏതൊരു പോയിന്റ് നമ്മൾ എന്ത് പറയും, VI അഥവാ വേർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്നാണ് പറയാറുള്ളത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട, നിങ്ങൾ ആദ്യം അറിഞ്ഞു വെക്കേണ്ട കാര്യം, ഇത് രണ്ടും കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻസ് ഉണ്ട്. അതാണ് നിങ്ങൾ ആബ്സല്യൂട്ട്ലി പഠിച്ചു വെക്കണേ. നിങ്ങൾ ഗ്രാഫ് പഠിച്ചില്ലെങ്കിൽ വേണ്ടില്ല, ഇക്വേഷൻ പഠിക്കാനാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കാണാനുള്ള ഏറ്റവും നല്ല എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ M/P1 എന്ന് പറയുന്ന ഇക്വേഷൻ പഠിക്കലാണ്. അപ്പോൾ മിക്കവാറും പേരുടെ കൺഫ്യൂഷൻ എന്താണ്, M/P1 എന്നത് എങ്ങനെ ഓർത്ത് വെക്കും. എളുപ്പമാണ് മക്കളെ, നോക്കിക്കോളും. ഈ പറഞ്ഞ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എവിടെ വരുന്നത്, അത് X ആക്സിലാണ്. X ആക്സിൽ എത്രാമത്തെ വസ്തു വരുന്നത്, ഒന്നാമത്തെ വസ്തു വരുന്നത്. ഒന്നാമത്തെ വസ്തുവിൻ്റെ വില എന്താ, P1 ആണ്. അപ്പോൾ സിമ്പിളാണ്, ഈ P1 എന്ന് പറയുന്ന ഒന്നാമത്തെ വസ്തുവാണ്, good 1 എന്ന് പറയുന്ന ഒന്നാമത്തെ വസ്തുവിനാണ്, HI എന്ന് പറയുന്നതും ഒന്നാമത്തെ വസ്തുവിനാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഇക്വേഷൻ M/P1
P1 എന്ന് വന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളും കൂടി ഉണ്ടാവും. VI എന്ന് പറയുന്നത് രണ്ടാമത്തെ വസ്തുവിനെ കാണിക്കുന്നത് അല്ലേ. VI എന്ന് പറയുന്നത് രണ്ടാമത്തെ വസ്തുവിനാണ് കാണിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് രണ്ടാമത്തെ വസ്തുവിൻ്റെ വില P2 എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും M ഡിവൈഡഡ് ബൈ ഡാഷ് എന്നായിരിക്കും അല്ലേ. M ഡിവൈഡ് ബൈ ഡാഷ് എന്നായിരിക്കും. ആ ഡാഷ് എന്താത് നിങ്ങൾ തൊട്ടതായി കമൻറ്റ് ചെയ്യുക. സിമ്പിളാണ്. ഈ ലോജിക്ക് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാം. ഇത് വെച്ചിട്ട് നിങ്ങൾ ഉത്തരം ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങളത് കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കമൻറ്റിൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ കമൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ VI കാണാനുള്ള ഇക്വേഷൻ മാത്രമാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത് M ഡിവൈഡ് ബൈ ഡാഷ്. ആ ഡാഷ് എന്താണെന്ന് മാത്രം കമൻറ്റ് ചെയ്താൽ മതി. ഇനി മൂന്നാമത്തെ ഒരാൾ നമുക്ക് പഠിക്കാനുണ്ട്. അയാളുടെ പേരാണ് സ്ലോപ്പ് എന്ന് പറയും. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, ചെരിവ് എന്നാണ് മക്കളെ പറയാം. ചെരിവ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എന്ത് പറയാം, നിങ്ങൾക്ക് എന്നോട് പറയാം എൻ്റെ ചെരിവ് 0 ആണെന്ന് പറയാം അല്ലേ. എന്നാൽ നേരെ മറിച്ച് ഞാൻ ഇങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പറയാം എനിക്ക് ഉറപ്പായിട്ടും ചെരിവുണ്ട് അല്ലേ. മലയാളത്തിൽ ഇതുപോലെ ചെരിവുള്ള ഒരാളുണ്ട്, നമ്മുടെ സ്വന്തം മോഹൻലാൽ എന്ന് പറയുന്ന നമ്മുടെ ലാലേട്ടൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ചെരിവ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ നമുക്കൊരു എളുപ്പമുണ്ട്. അതിന് ഇക്വേഷൻ പഠിച്ചു വെക്കണം. ഈ ഇക്വേഷനാണ് മക്കളെ പറയുന്നത്, നോക്കിക്കോളൂ. -P1 ഡിവൈഡ് ബൈ P2. ചെരിവ് കണ്ടുപിടിക്കാനുള്ള ഈ ഒരു ഇക്വേഷൻ നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചേക്കണം. ഇത് പരീക്ഷയ്ക്ക് വയ്ക്കും. അപ്പോൾ സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷനാണ് -P1 ഡിവൈഡ് ബൈ P2. എന്താണ് ഈ മൈനസ് വരാനുള്ള കാരണം അതുകൂടി ഞാൻ പറഞ്ഞു. നമ്മുടെ സ്ലോപ്പ് മൈനസ് വരാനുള്ള കാരണം എന്താ പറയുക, നമ്മളെപ്പോഴും ബജറ്റ് ലൈൻ വരക്കുമ്പം ഒരാൾക്ക് പോലും ബജറ്റ് ലൈൻ എന്ത് ചെയ്തിട്ടില്ല, ഇങ്ങനെ മുകളിലേക്കായിട്ട് കിട്ടിയിട്ടുണ്ടോ, ഒരിക്കലുമില്ല. നമ്മുടെ ബജറ്റ് ലൈൻ എപ്പോഴും എന്താ ഇങ്ങനെ ഡൗൺവേർഡ് സ്ലോപ്പിങ് താഴത്തേക്കാണ് വരാറുള്ളത് അല്ലേ. അപ്പോൾ പുഷ്പ പറഞ്ഞ പോലെയല്ല ഇത് താഴും അല്ലേ, താഴത്തില്ല എന്നല്ല, പുഷ്പ പറഞ്ഞ പോലെയല്ല ഇത് താഴത്തേക്ക് തന്നെ പോകുന്നത്. അപ്പോൾ താഴത്തേക്ക് പോകുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, സ്ലോപ്പ് നമുക്കിവിടെ നെഗറ്റീവ് ആവുന്നു കേട്ടോ. അപ്പോൾ സ്ലോപ്പ് നെഗറ്റീവ് ആകാനുള്ള കാരണം ഈ പറഞ്ഞതാണ്. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ബജറ്റ് ലൈൻ എന്തെങ്കിലും കാരണവശാൽ മുകളിലേക്കാണ് നമ്മുടെ ബജറ്റ് ലൈൻ പോയതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ ബജറ്റ് ലൈൻ എന്താണ് വരിക, സ്ലോപ്പ് പോസിറ്റീവാണ് വരിക. ഓക്കെ, അപ്പം നെഗറ്റീവ് എന്നത് സിമ്പിൾ വരാനുള്ള കാരണം എന്താണ്, ബജറ്റ് ലൈൻ താഴത്തേക്ക് പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ പഠിക്കുക. ഇതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന സ്ലോപ്പിനെ കുറിച്ച് പറഞ്ഞത്. മക്കളെ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എഡ്യു ബോർഡിൽ കോഴ്സുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്, കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായോ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ തൊട്ടതായ കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഞാൻ പറയട്ടെ, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓണം കഴിഞ്ഞ് നിങ്ങളുടെ ഓണപരീക്ഷ കഴിഞ്ഞ് സ്കൂൾ തുറന്നു വരുമ്പോൾ പെട്ടെന്ന് ക്ലാസ്സൊക്കെ പെട്ടെന്ന് തീരും, പോർഷൻസ് പെട്ടെന്ന് തീരും. പക്ഷേ ഇതൊന്നും പഠിക്കാൻ മാത്രം നമ്മളെ കൊണ്ട് പറ്റാതെ വരും. ആ ഒരവസ്ഥ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ മുമ്പ് പഠിച്ചവർക്കും ഇത് തന്നെയായിരുന്ന അവസ്ഥ. പക്ഷേ അവർക്ക് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു വരാൻ പറ്റിയിട്ടുണ്ട്. കാരണം അവരും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന അതേപോലെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് ഈ വർഷം പുതിയതായിട്ട് നമ്മൾ തുടങ്ങുകയാണ്. ഈ പറയുന്ന ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ ഇതെല്ലാം പഠിക്കാൻ വേണ്ടി ഏറ്റവും മികച്ച ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. അതോടൊപ്പം ഇത് കൃത്യമായിട്ട് ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ റെക്കോർഡ് സെഷനാണ് കാണുന്നത്. പക്ഷേ നിങ്ങൾക്ക് ചോദിക്കാം സാർ എന്തുകൊണ്ടാണ് ഇത് വന്നത്, നിങ്ങൾ ലൈവായിട്ട് എന്നോട് ചോദിക്കുന്നു, ലൈവായിട്ട് ഞാൻ നിങ്ങൾക്ക് ഉത്തരം പറഞ്ഞു തരുന്നു. നിങ്ങൾക്ക് മൈക്ക് യൂസ് ചെയ്ത് ചോദിക്കാം. കാരണം എന്താ പറയുക, നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ അങ്ങനെയാണ്. ലൈവ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ഓരോന്നും കൃത്യമായിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ആ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ നേരെ ടീച്ചറോട് ചോദിക്കാം. നിങ്ങളുടെ എക്കണോമിക്സിൻ്റെ ടീച്ചറായിട്ടുള്ള എന്നോടായിരിക്കും നിങ്ങൾ ചോദിക്കുന്നുണ്ടാവുക, ഞാൻ കൃത്യമായിട്ട് അത് പറഞ്ഞു തരികയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പറഞ്ഞ എഡ്യൂബോർഡിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചുള്ള കുട്ടികൾക്കാണ്. കൊമേഴ്സിലും ഹ്യൂമാനിറ്റീസിലും ഒക്കെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ചെയ്യാം. നിങ്ങൾക്ക് ഈ തൊട്ട് താഴെ കാണുന്നത് ഈ ഒരു ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ടല്ലോ, നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഇറ്റ്സ് മീ സൽസബ് എന്ന് പറയുന്ന ഈ ഒരു ഇൻസ്റ്റാഗ്രാം ഉണ്ടല്ലോ, ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം ഐ ഡി നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, ഞാൻ ടീച്ചറായിട്ട് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണമാരും നിങ്ങൾ പഠിക്കാൻ തയ്യാറാണ് മക്കളെ, നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാം. നിങ്ങൾ പഠിക്കാൻ തയ്യാറല്ലെങ്കിൽ പോലും നിങ്ങളെ ഈസി ആയിട്ട് പഠിപ്പിക്കുകയും ചെയ്യാം. ഓക്കെ, ആ ഒരു ഗ്യാരണ്ടിയാണ് ഞാൻ തരുന്നത്. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. എൻ്റെ പേര് മറക്കണ്ട, സൽസബിൻ എന്നാണ്. വീണ്ടും കാണുന്നതായിരിക്കും. എല്ലാവർക്കും